പണ്ടേ പറഞ്ഞതാണ്. അതായത് മര്യാദയ്ക്ക് ഇരിക്കണം എന്ന് പണ്ടേ പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരും പറയാം, വേറെ ഒന്നുമല്ല. നമ്മുടെ അൻസാരി ഉസ്താദിനെ കയറിയിട്ട് നമ്മളെ മാരിയോ ഉണ്ടല്ലോ, അതായത് മാരിയോ ജിജി മാരിയോ എന്ന് പറയുന്ന മാരിയോ ഉണ്ടല്ലോ, മാരിയോ അങ്ങോട്ട് ചൊറിയാൻ നിന്നിയാൽ അങ്ങേര് കയറിയിട്ട് അങ്ങ് മാന്തി അങ്ങ് പുണ്ണാക്കി കൊടുത്തു എന്നേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഈ ജിജി മാരിയോ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജിജി എന്ന് പറയുന്നയാളുടെ ക്രൂരതകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വലിയ എന്താ പറയേണ്ടത്, ഞാൻ വലിയൊരു നന്മമരമാണ് എന്നുള്ള തരത്തിൽ അഭിനയിച്ചുകൊണ്ട് അയാൾ ചെയ്തു കൂട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ജിജി എന്ന് പറയുന്ന ആ സ്ത്രീ അവരനുഭവിച്ച കാര്യങ്ങൾ, അവരിപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, അച്ചാർ വിറ്റിട്ടും അങ്ങനെയൊക്കെയാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. ഈ ജിജി മാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉപദേശമായിരുന്നു, എല്ലാവരെയും ഉപദേശിക്കും. അതായത് കുടുംബം എങ്ങനെ കൊണ്ടുപോകണം, കുടുംബം എങ്ങനെ ഇതാക്കണം. പക്ഷെ സ്വന്തം കുടുംബത്തിൽ വട്ടപൂജ്യമായിരുന്നവനാണ് മറ്റുള്ളവന്റെ കുടുംബം നന്നാക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതുപോലെയുള്ള ഈ കുടുംബം നന്നാക്കാൻ വരുന്ന അല്ലെങ്കിൽ ഉപദേശികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ 5 പൈസേന്റെ വിലയും ഉണ്ടാവില്ല. അതുമാത്രവുമല്ല, സ്വന്തം കുടുംബത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വളരെ മോശമായിട്ട് കെയർ ചെയ്യുന്ന ഒരുത്തനായിരിക്കും. അതുപോലെ തന്നെയാണ് ജിജി മാരിയോ എന്ന് പറയുന്ന ഈ മാരിയോന്റെ സ്വഭാവം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ഒരു പാവ സ്ത്രീയുടെ തലയൊക്കെ കണ്ടില്ലേ നിങ്ങൾ, എന്തൊരു കഷ്ടമായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് വിഷമിച്ചു പോയിന്. പിന്നെ ഇവരുടെ ആ ഒരു വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇത് പൊതുസമൂഹം അറിഞ്ഞതാണ്. ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വീട്ടിൽ നടന്ന കോലാഹലങ്ങൾ, അപ്പൊ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്താ പറയണ്ടേ, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടാകും എന്നൊക്കെ കരുതിയെങ്കിലും പിന്നീട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തെറ്റെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ കയ്യിൽ തന്നെയാണ്. അതായത് ഈ മനുഷ്യൻ തന്നെയാണ് കുടുംബത്തെ ഇതുപോലെ ഇത്രയും വലിയ പ്രശ്നം. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ഷമിച്ചും സഹിച്ചും നിന്നു. അവസാന നിമിഷത്തിൽ എന്ന് പറഞ്ഞാൽ അവരുടെ തലേന്ന് അടിച്ചു പൊട്ടിച്ചതിൻ്റെപ്പാണ് അവര് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പുറലോകത്തെ അറിയിച്ചത്. അപ്പോഴേക്കും നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി. കാരണം എത്ര കുടുംബം നന്നാക്കാൻ പോകുന്നവനാണ്, എത്രമാത്രം കുടുംബത്തെ ഉപദേശിച്ച് നേരെയാക്കാൻ പോകുന്നവനാണ്. അതുമാത്രവുമല്ല, ചാരിറ്റിയുടെ മറവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം പൈസ എടുത്തിട്ടൊന്നുമല്ല, നാട്ടുകാരുടെ പൈസ എടുത്തിട്ട് തന്നെയാണ്. അല്ലാതെ ഇങ്ങേർക്കിടുന്ന സ്വന്തം പൈസ ഇങ്ങനെ എന്താ ജോലി ചെയ്തുണ്ടാക്കിയതാണോ? ഒന്നുമല്ല. അപ്പൊ ഈ സുലൈമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജിജി മാരിയോ ആയതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ക്ലാസ്സുകളുണ്ട്. പിന്നെ കുടുംബമായ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് ഇറങ്ങിച്ചെന്നിട്ടുള്ള അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ചങ്ങായിമാർ, ഇത്രയും നല്ലൊരു മനുഷ്യൻ ലോകത്തുണ്ടാവില്ല. ഏതായാലും വലിയൊരു മുഖംമൂടിയാണ് കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മളെല്ലാവരും അഴിച്ച് മാറ്റിയതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിൽ ജിജി എന്ന് പറയുന്ന അയാളുടെ ഭാര്യ ഒരു കാരണമായി. ആ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സഹിക്കാൻ കഴിയുന്നതിലും പരമാവധി സഹിച്ചിരുന്നു. ഒരു മനുഷ്യനെ സഹിക്കുന്നതിനൊരു അർത്ഥമില്ലേ? ഇപ്പോഴദ്ദേഹം നമ്മുടെ അൻസാരി ഉസ്താദിനെയൊക്കെ ചൊറിയാൻ ഇങ്ങേർക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടോ? അൻസാരി ഉസ്താദ് എവിടെ കിടക്കുന്നത്? അതുപോലെ തന്നെ ജിജി മാരിയോ എന്ന് പറയുന്ന വ്യക്തി എവിടെ കിടക്കുന്നത്? അൻസാരി ഉസ്താദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്വാസം, അതുമാത്രവുമല്ല ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ഇപ്പൊ നമ്മളെല്ലാവരും കണ്ടതാണ്, ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് അദ്ദേഹം അവരെ സമാധാനിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യൻ ശരിക്ക് ഒരു ദൈവദൂതൻ തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. അത്രയും നല്ലൊരു മനുഷ്യനാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് നമ്മുടെ അൻസാരി ഉസ്താദ്. അപ്പൊ അൻസാരി ഉസ്താദിനെ അങ്ങ് ചൊറിയാൻ പോയപ്പോൾ അൻസാരി ഉസ്താദ് പിന്നെ മാന്തി കൊടുക്കാൻ നിൽക്കൂലല്ലോ, കയറി അങ്ങ് മേഞ്ഞു എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ജിജി മാരിയോയിലെ മാരിയോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മാരിയോ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിന്നാൽ പോരെ. എന്തിനാണ് വെറുതെയെങ്കിലും അനാവശ്യമായിട്ടൊരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഇതുപോലെ വാങ്ങിച്ചു കൂട്ടുന്നത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. അതായത് ഇദ്ദേഹമൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അൻസാരി ഉസ്താദിനെ അങ്ങ് കയറി മാന്തി കഴിഞ്ഞാൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകും. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, അൻസാരി ഉസ്താദിന് എന്ന് പറഞ്ഞാൽ ഇവിടെ അതായത് ഒരുപാട് പേര് നല്ല സ്നേഹം കൊടുക്കുന്ന ഒരു ഉസ്താദ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരൊറ്റ കാര്യം, അദ്ദേഹം ആ ഒരു ഹരികൃഷ്ണൻ അമ്പലത്തിൽ പിന്നെ എന്താ പറയുക, പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വിട്ട ആ ഒരു കാപാലികന്മാരെ, അതായത് ആ ഒരു ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹം കൊടുത്ത ആശ്വാസ വാക്കുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയൊരു സംഭവം തന്നെയായിരുന്നു. ഏതായാലും അൻസാരി ഉസ്താദും അതുപോലെ തന്നെ ജിജി മാരിയോയും തമ്മിലുള്ള ആ ഒരു മാന്തല് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എൻ്റെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം എടുത്ത് വെച്ചുകൊണ്ട് റിയാക്ട് ചെയ്യും. ഞാൻ തിരിച്ചൊന്നും ട്രോളാൻ പോയിട്ടില്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്, ചിലപ്പോൾ മറ്റു മതങ്ങളെ വിമർശിച്ചിട്ടുണ്ട്, പക്ഷെ വ്യക്തികളെ പൊതുവെ അങ്ങനെ വിമർശിച്ചൊന്നും ചെയ്യാറില്ല. നല്ല മനസ്സിലായി, നല്ല മനസ്സിനെ മനസ്സിലല്ലേ. ഇതാണ് ഫാദർ സോളമൻ.
ഇപ്പോൾ മാരി ജോസഫാണ്. എന്തോ ആയിക്കോട്ടെ. ഇദ്ദേഹം എൻ്റെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം എടുത്ത് വെച്ചുകൊണ്ട് റിയാക്ട് ചെയ്തു. ഞാൻ മുസ്ലിം ഉമ്മത്തിനോട് പറയുകയാണ്, ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകളുടെ കലാപരിപാടികൾ വിജയിപ്പിക്കുന്നതിൽ 99% നമ്മുടെ കൗമാണെന്ന് ഓർത്തുകൊണ്ട് വേണം. ആർക്കും വേണ്ടാത്ത ക്രൈസ്തവ സമൂഹത്തിലേക്ക് പോയിട്ടും അവർക്ക് തന്നെ ഇദ്ദേഹത്തിൻ്റെ കാപട്യം പൂർണ്ണമായി ബോധ്യപ്പെട്ടതാണ്. ചാരിറ്റി എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അധിപനായി എല്ലാ കാലത്തും വിഹരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഈ മൃദുലതയുടെ സമഭാവനയുടെ മുഖത്തിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന് ഒരു ക്രൂര മുഖമുണ്ടെന്ന് സ്വന്തം ഭാര്യ ജിജി മരിയോ പുറത്തു കൊണ്ടുവന്നത്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ ആരും ട്രോളാറില്ല, ഒന്നും പറയാറില്ല. അതിന് ശേഷം ഒരു വാക്കും കൂടെ പറയുന്നുണ്ട്. വീഡിയോ ഇടുന്ന ഒരാളല്ല ഞാൻ. കാരണം ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നു. ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആരെയും ഒന്നും വേദനിപ്പിക്കാൻ കഴിയത്തില്ല. പാവം ഒരു ചിന്ത ഉള്ളത് കൊണ്ട് മനുഷ്യനെ അങ്ങനെ വേദനിപ്പിക്കാറില്ല. ഈ ചിത്രം ഏതാണ് നോക്കിയേ. ഈ ചിത്രം കണ്ട, ഇതേ ക്ലോക്ക് വെക്കാൻ വേണ്ടി ആണയടിക്കാൻ നേരത്ത് ജി ചേച്ചി സ്റ്റൂളിൽ നിന്ന് തെന്നി മറിഞ്ഞു വീണപ്പം പറ്റിയ പാടാ. ഇവൻ തല്ലിയാണെന്ന് ലോകത്ത് ആർക്കറിയാൻ വയ്യത്. TV ബോക്സ് കൊണ്ട് അടിച്ച് തല പൊളിച്ച് അവര് കൊല്ലാക്കൊല്ല ചെയ്ത സ്വന്തം ഭാര്യനെ ഈ മനുഷ്യനാണ് വന്നിട്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ലെന്ന് ആളുകളുടെ മുമ്പിൽ. അപ്പം അങ്ങനെയൊക്കെ എല്ലാ കാലത്തും മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച ഫാദർ സോളമൻ മാരിയും ജോസഫ് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കപടമുഖം അഴിഞ്ഞു വീണു. ക്രൈസ്തവരും ഹൈന്ദവ സഹോദരി, ഈ നാട്ടിലുള്ള മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യനും എതിരായ സമയത്ത് ഇനി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മളെന്ന് ഉപദേശിക്കുന്ന രൂപത്തിൽ ഉപദേശത്തിന്റെ കോലം പറയാൻ പോണത്. എന്ത് വിഷയത്തിലാണ് ഉപദേശിക്കാൻ വരുന്നത്? മാന്യന്മാർ പറയുകയാണെങ്കിൽ നമുക്കത് കേൾക്കാം. അങ്ങനെ അദ്ദേഹം ഉപദേശിക്കാൻ വന്നത് കേട്ടോ. ആശയങ്ങൾ മാത്രമേ ഡിഫെൻഡ് ചെയ്യാറുള്ളൂ. ഇത് ആദ്യമായിട്ട് ഇദ്ദേഹത്തെ വിമർശിക്കുകയല്ല, ഇദ്ദേഹത്തിന്റെ ഹാസ്യപരമായ സംസാര ശൈലി ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയത്. എന്നെ ഇഷ്ടമാണ് ഇവർക്ക്. എന്നോട് ദേഷ്യമൊന്നുമില്ല, എന്നോട് എന്റെ കൊണ്ടോ വലിയ ഇഷ്ടമാണ്. ലവ് യു ബോബി. ഇടക്കിടക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ കണ്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യം അദ്ദേഹം പറയുന്നത് കണ്ടൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് പറയണമെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ടെന്നാ. സൂപ്പർ. ഹാസ്യപരമായ സംസാര ശൈലി ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇനി ഇഷ്ടമാണ്. ലവ് യു ബേബി. ഇത്ര ഇഷ്ടമാണ്? ഭയങ്കര ഇഷ്ടമാണ് ആണോ? ആയിക്കോട്ടെ. ഇടക്കിടക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ കണ്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യം അദ്ദേഹം. എന്നിട്ട് എന്തുകൊണ്ടാണ് ചക്കര തുറന്ന് പറയണ്ടേ? ഇഷ്ടമാണെന്ന് തുറന്ന് പറയണം. ഇങ്ങനെ ഒന്നും പറയല്ലേ, ദേഷ്യം വരും. ഇഷ്ടം തോന്നി ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ അതേ സമയത്ത് അൻസാരി സുഹരി എന്ന സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭാരതത്തിൽ ജനിച്ചതാണെന്ന എന്റെ വിശ്വാസം. എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഇപ്പൊ ഞാൻ സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത്. വല്ല പ്രശ്നമുണ്ടാ? ഭാരതത്തിൽ ജനിച്ചില്ലെന്ന് വിചാരിക്കുക. സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത്. വല്ല പ്രശ്നമുണ്ടാ? പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. ഇരിക്കുന്ന ഭാരതത്തിലാണ് ആലപ്പുഴക്കാരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് ഞാൻ ആലപ്പുഴക്കാരനാണ്. എനിക്ക് അതിനകത്ത് വലിയ ആത്മഹർഷമാണ്. ആലപ്പുഴക്കാരനാണ് ഞാൻ. ഭാരതത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ആസ്വദിക്കുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. അത് ആരെങ്കിലും ഔദാര്യം കൊണ്ടാണ്. എടാ ഫാദർ സുലൈമാനെ, ആരെങ്കിലും ഔദാര്യം കൊണ്ടാണ്. അത് എന്റെ അവകാശമാണ്. ഈ ഇന്ത്യയിൽ ജനിച്ച എന്റെ അവകാശം. അത് ആരുടെ ഔദാര്യമല്ല. ഭാരതത്തിന്റെ കറൻസി, അതായത് ഈ രാജ്യത്തിന്റെ നോട്ട്, ആ നോട്ടിനെ പരസ്യമായി അവഹേളിച്ചെങ്കിൽ തൂക്കിക്കൊള്ളണം. ഭാരതത്തിന്റെ നോട്ടിനെ സുഹൃത്ത് അവഹേളിച്ചെങ്കിൽ സൂര്യസ്ഥാനം മരണം വരെ തൂക്കിക്കൊള്ളണം, അല്ല ജയിലടക്കണം. ഇത്ര മോശപ്പെട്ട പണി അദ്ദേഹം കാണിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? കുറ്റമാണ്. എന്താ ചെയ്യാ? പറഞ്ഞത് നിങ്ങളുടെ മക്കള് മുറ്റത്ത് അപ്പിയിടുമ്പോ ഈ സാധനം കൊണ്ട്, അതായത് 500 രൂപയുടെ നോട്ട് കൊണ്ട് 500 രൂപ ഉണ്ടെങ്കിൽ 5 ദിവസം സുഖമായി സുഭിക്ഷമായി ജീവിക്കും. 5 ദിവസം 500 ഉണ്ടെങ്കിൽ 5 ദിവസം സുഭിക്ഷമായി. നിങ്ങൾ കേട്ടില്ലേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങേരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ വേണ്ടാത്ത ഒരു വ്യക്തിയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം സുലൈമാനായിരുന്നു, അദ്ദേഹം പിന്നീട് ക്രൈസ്തവ വിശ്വാസിയാവുകയും അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയും പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു കപട മുഖങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ആർക്കും വേണ്ട. ഇപ്പോഴൊന്നും പറഞ്ഞാൽ ആർക്കും വേണ്ട. ഇപ്പോഴും ഒരുപാട് ചാനലുകളിലൊക്കെ ഇരുന്നിട്ട് പലതും വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഏതായാലും അൻസാരി ഉസ്താദിനെ പോലെയുള്ള ഒരു മനുഷ്യനോടൊന്നും ഇദ്ദേഹം ഏറ്റുമുട്ടാനായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.